ഹായ് ഫ്രണ്ട്സ്, കറണ്ട് അഫേഴ്സ് ദിസ് വീക്കിൻ്റെ മൂന്നാമത് എപ്പിസോഡ് ഒക്ടോബർ 7ൻ്റെ തേർഡ് എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. ഈ കറണ്ട് അഫേഴ്സ് സെഷൻ്റെ ഈ പ്രത്യേക വീഡിയോ നിങ്ങൾ പരമാവധി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ തന്നെ വീഡിയോയിലേക്ക്. ഇന്നത്തെ ഒന്നാമത്തെ ഫാക്റ്റായി ഞാൻ അവതരിപ്പിക്കുന്നത് 2024 ഓസ്കാർ പുരസ്കാരത്തിന് വേണ്ടി ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രത്തിൻ്റെ പേര് എന്ത്? ചോദ്യം ക്ലിയർ അല്ലേ? ഒന്നുകൂടി ആവർത്തിക്കാം. 2024 ഓസ്കാർ പുരസ്കാരം, അതിനു വേണ്ടിയിട്ട് ഇന്ത്യൻ ചലച്ചിത്രത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട എൻട്രി ചിത്രത്തിൻ്റെ പേര് എന്ത്? ക്ലിയർ അല്ലേ? അത് ലാപത്ത ലേഡീസ് എന്നാണ് ചിത്രത്തിൻ്റെ പേര്. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കുക, 2024 ഓസ്കാർ പുരസ്കാരം, അതിനുവേണ്ടി ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രത്തിൻ്റെ പേരാണ് ലാപത്ത ലേഡീസ്. അതിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കൂ, LAAPATA, ലാപത്ത ലേഡീസ്. അതാണ് ആദ്യത്തെ ഇൻഫർമേഷനായിട്ട് പറയുന്നത്. ഇനി ഫാക്ട് നമ്പർ 2, 1990 വേൾഡ് ഫുട്ബോൾ ടൂർണമെൻറ്റ്, ലോകകപ്പ് ഫുട്ബോൾ, അതിൽ കാണികളെ ത്രസിപ്പിച്ച ഒരു ഇറ്റാലിയൻ ഫുട്ബോളർ, അദ്ദേഹം ഈ അടുത്ത സമയം നമ്മളെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേര് 6 ഗോളുകളോടെ ഗോൾഡൻ ബൂട്ടും അതുപോലെ ഗോൾഡൻ ബോളും സ്വന്തമാക്കിയ ഇറ്റാലിയൻ ഫുട്ബോളറാണ് സാൽവദോർ ഷില്ലാച്ചി. അദ്ദേഹം ആണ് കഴിഞ്ഞ ആഴ്ച നമ്മളെ വിട്ടുപിരിഞ്ഞത്. അപ്പോൾ അത് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. 1990 ലോകകപ്പ് ഫുട്ബോളിൽ 6 ഗോളുകളോടെ ഗോൾഡൻ ബൂട്ടും ഗോൾഡൻ ബോളും സ്വന്തമാക്കിയ ഇറ്റാലിയൻ ഫുട്ബോളറായിരുന്ന സാൽവദോർ ഷില്ലാച്ചി ലോകത്തോട് വിട പറഞ്ഞ ആഴ്ചയാണ് കടന്നുപോയത്. ഫാക്ട് നമ്പർ 2 ഓക്കെ അല്ലേ? ഇനി ഫാക്ട് നമ്പർ 3, ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പുതിയ മേൽശാന്തിയായി നിയമിതനായ വ്യക്തിയുടെ പേരെന്ത്? ഗുരുവായൂർ ക്ഷേത്രത്തിലെ പുതിയ മേൽശാന്തിയായി നിയമിതനായത് ആര്? അതാണ് ചോദ്യം. പുതുമന ശ്രീജിത്ത് നമ്പൂതിരിയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പുതിയ മേൽശാന്തി. ഇനി ഫാക്ട് നമ്പർ 4ലേക്ക്. കേരളത്തിലെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷൻ എന്നാണ് അറിയപ്പെടുക. ഇനി തിരുവനന്തപുരത്തിന് 3 സ്റ്റേഷനുകൾ ഉണ്ടാവും. നമ്മുടെ എറണാകുളത്തിന് 2 സ്റ്റേഷനുകൾ പോലെ എറണാകുളം നോർത്തും സൗത്തും, അതുപോലെ തന്നെ തിരുവനന്തപുരത്തിന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷൻ എന്ന് മാത്രം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇനി 3 സ്റ്റേഷനുകൾ ഉണ്ടായിരിക്കും എന്നുള്ള ഗസറ്റ് വിജ്ഞാപനം ഇറങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. ആ 3 സ്റ്റേഷനുകൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷൻ, തിരുവനന്തപുരം സെൻട്രൽ എന്ന് തന്നെയാണ് ഇനി അറിയപ്പെടുക. അതുപോലെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ആ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ പേര് മാറ്റി തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നാക്കി മാറ്റി. അതേപോലെ തിരുവനന്തപുരത്തുണ്ടായിരുന്ന മറ്റൊരു സ്റ്റേഷനാണ് നേമം. നേമം സ്റ്റേഷനെ തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നാക്കിയും മാറ്റി. ഇനി തിരുവനന്തപുരത്തിന് 3 സ്റ്റേഷനുകൾ ഉണ്ടാകും. തിരുവനന്തപുരം സെൻട്രൽ, തിരുവനന്തപുരം നോർത്ത് പഴയ കൊച്ചുവേളി, തിരുവനന്തപുരം സൗത്ത് പഴയ നേമം. അക്കാര്യം മനസ്സിലായല്ലോ. ഇനി ഫാക്ട് നമ്പർ 5, ഇനി ഇന്ത്യൻ പാർലമെൻറ്റിലെ 2 നിയമനങ്ങൾ സംബന്ധിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ ശശി തരൂർ MP, അദ്ദേഹത്തിനെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി നിയമിച്ചു. അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിലെ വിദേശകാര്യ എക്സ്റ്റേണൽ അഫയേഴ്സ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി നിയമിതനായ വ്യക്തി ആര്? ശ്രീ ശശി തരൂർ MP. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷനായി ദിഗ്വിജയ് സിംഗിനെയും നിയമിച്ചു. അപ്പോൾ 2 നിയമനങ്ങൾ ശ്രദ്ധിക്കുക. വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശശി തരൂർ MP, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ശ്രീ ദിഗ്വിജയ് സിംഗ്. ഈ 2 പേരുകളും പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി 6ാമത്തെ ഫാക്ടിലേക്ക്. ഫാക്ട് നമ്പർ 6, കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ ആഴ്ച സുപ്രധാനമായ ഒരു ബഹിരാകാശ സഞ്ചാരത്തെ സംബന്ധിച്ചുള്ള തീരുമാനമെടുത്തു. അപ്പോൾ ചന്ദ്രയാൻ 4 എന്ന് പറയുന്നൊരു മിഷനിലൂടെ ഇന്ത്യൻ സഞ്ചാരികളെ ബഹിരാകാശത്തെത്തിച്ച് ചന്ദ്ര ഉപരിതലത്തിൽ നിന്നും പാറകൾ പരീക്ഷണത്തിന് വേണ്ടി ശേഖരിച്ച് തിരിച്ചെത്തിക്കുന്ന ഒരു ദൗത്യത്തിന് തുടക്കം കുറിക്കാൻ അംഗീകാരം നൽകിയിരിക്കുന്നു. അപ്പോൾ യൂണിയൻ ഗവൺമെൻറ്. അപ്പോൾ ആ മിഷൻ്റെ പേരാണ് ചന്ദ്രയാൻ 4. അപ്പോൾ ചോദ്യം ഇതാണ്, ചന്ദ്രോപരിതലത്തിൽ നിന്നും
പാറകൾ ശേഖരിച്ച് ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള മിഷൻ അല്ലെങ്കിൽ ദൗത്യത്തിന് പേര് എന്ത്? ചന്ദ്രയാൻ 4. ഇനി ഫാക്ട് നമ്പർ 7. ഇറാൻ്റെ പുതിയ പ്രസിഡൻ്റായി നിയമിതനായത് ആര്? ഫാക്ട് നമ്പർ 7. ഇറാൻ്റെ പുതിയ പ്രസിഡൻ്റായി നിയമിതനായ വ്യക്തി ആര്? നിലവിലുള്ള പ്രസിഡന്റ് തന്നെയാണ്. വീണ്ടും ഒരു ടൈം കൂടി അദ്ദേഹം വന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മസൂദ് പെഷ്കിയാൻ. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. മസൂദ് പെഷ്കിയാനാണ് ഇറാൻ്റെ പുതിയ പ്രസിഡന്റ്. ഇനി ഫാക്ട് നമ്പർ 8. അതും ഒരു പുതിയ നിയമനം തന്നെയാണ്. ഫ്രാൻസിൻ്റെ പുതിയ പ്രൈം മിനിസ്റ്ററായി നിയമിതനായ വ്യക്തി ആര്? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. ഫ്രാൻസിൻ്റെ പുതിയ പ്രൈം മിനിസ്റ്ററായി നിയമിതനായ വ്യക്തി ആര്? ആരാ? അദ്ദേഹത്തിൻ്റെ പേര് കാണാൻ കഴിയുന്നുണ്ട്. മൈക്കേൽ ബാണിയർ. MICHEL. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. MICHEL BARNIER. മൈക്കേൽ ബാണിയർ ആണ് ഫ്രാൻസിൻ്റെ പുതിയ പ്രൈം മിനിസ്റ്റർ. പ്രസിഡന്റ് അല്ല, പ്രൈം മിനിസ്റ്റർ. ശ്രദ്ധിക്കുക. അപ്പോൾ 2 അപ്പോയിൻമെൻ്റ് ആണ് അടുത്ത് നമ്മൾ ചർച്ച ചെയ്തത്. എന്താണ്? ഇറാൻ്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെഷ്കിയാൻ, അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ പുതിയ പ്രൈം മിനിസ്റ്റർ മൈക്കേൽ ബാണിയർ. രണ്ടും ഓർത്ത് വയ്ക്കുക. വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഫാക്ട് നമ്പർ 9ലേക്ക്. 2026 ഏഷ്യൻ ഗെയിംസിൽ പ്രദർശന ഇനമായി ഉൾപ്പെടുത്താൻ തീരുമാനിച്ച ഒരു കായിക ഇനത്തിൻ്റെ പേരെന്താണ്? പ്രദർശന ഇനമായി ഉൾപ്പെടുത്താൻ തീരുമാനിച്ച കായിക ഇനമാണ് യോഗ. അപ്പോൾ 2026 ഏഷ്യൻ ഗെയിംസിൽ യോഗയെ ഒരു പ്രദർശന കായിക ഇനമായി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു. ഈ ഫാക്റ്റും മനസ്സിൽ ഇരുന്നോട്ടെ. ഇനി ഫാക്ട് നമ്പർ 10, 10ാമത് ഫാക്റ്റിലേക്ക് വളരെ പെട്ടെന്ന്. നമുക്കറിയാം ധവള വിപ്ലവം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, കാണാനും കഴിയുന്നുണ്ട്. ധവള വിപ്ലവം ദ വേർഡ് റിലേറ്റിംഗ് ടു മിൽക്ക് പ്രൊഡക്ഷൻ, അത് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. ഇപ്പോൾ രാജ്യത്തെ ക്ഷീരമേഖലയിലെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര സർക്കാർ ഒരു പുതിയ പദ്ധതി ഇതുമായി ബന്ധപ്പെട്ട് ആവിഷ്കരിച്ചിരിക്കുന്നു. ആ പദ്ധതിയുടെ പേരെന്താണ്? ചോദ്യം ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. രാജ്യത്തെ ക്ഷീരമേഖലയെ ഉത്തേജിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയുടെ പേരെന്ത്? ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ നേരത്തെ അറിയാവുന്നുള്ള പേര് തന്നെയാണ് ധവള വിപ്ലവം 2.0. അങ്ങനെയാക്കിയിരിക്കുന്നത്. ഇപ്പോൾ എല്ലാം അങ്ങനെയാണല്ലോ. അപ്പോൾ ധവള വിപ്ലവം 2.0 അതാണ് കേന്ദ്ര സർക്കാർ രാജ്യത്തെ ക്ഷീരമേഖലയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പുതിയതായി കൊണ്ടുവന്ന പദ്ധതി ധവള വിപ്ലവം 2.0. ഇനി ഫാക്ട് നമ്പർ 11. കേന്ദ്ര സർക്കാരിൻ്റെ മറ്റൊരു പദ്ധതിയാണ്. എന്താണ്? പുരപ്പുറ സൗരോർജ പ്ലാന്റ് വിപുലീകരിക്കാനുള്ള ഫ്ലറിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്ര സർക്കാർ പദ്ധതി ഈയിടെ ആരംഭിച്ചിട്ടുണ്ട്. ആ പദ്ധതിയുടെ പേരെന്താണ്? ചോദ്യം ഒന്നുകൂടി പറയുന്നു. പുരപ്പുറ സൗരോർജ പ്ലാന്റ് രാജ്യത്താകമാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ പദ്ധതിയുടെ അല്ലെങ്കിൽ കേന്ദ്ര പദ്ധതിയുടെ പേരെന്ത്? ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. എന്താ? അതിനെ ഷോർട്ട് ഫോമിൽ PMSMBY എന്ന് പറയും. PMSMBY. അതിൻ്റെ ഫുൾ ഫോം പ്രൈം മിനിസ്റ്റേഴ്സ് സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. മനസ്സിലായല്ലോ? പ്രൈം മിനിസ്റ്റർ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന, അതാണ് PMSMBY എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അതാണ് നമ്മളെ ഇന്നത്തെ ഫാക്ട് നമ്പർ 11. ഇനി ഫാക്ട് നമ്പർ 12ലേക്ക് നമുക്ക് നോക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയമാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുക. ഏഷ്യയിലെ തന്നെ ഏറ്റവും സമ്പന്ന ഗ്രാമം, ഏഷ്യയിലെ സമ്പന്ന ഗ്രാമം എന്ന പദവി കരസ്ഥമാക്കിയ ഒരു ഇന്ത്യൻ ഗ്രാമമുണ്ട്. ഗ്രാമത്തിൻ്റെ പേരെന്താണ്? ചോദ്യം ഒന്നുകൂടി. ഏഷ്യയിലെ, ഇന്ത്യയിലെയല്ല, ഏഷ്യയിലെ സമ്പന്ന ഗ്രാമം എന്ന പദവി കരസ്ഥമാക്കിയ ഇന്ത്യൻ ഗ്രാമമേത്? ഇതാ കാണുന്നു, മധാപ്പർ എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര്. എവിടെയാ അത്? ഗുജറാത്തിൽ. ഗുജറാത്തിലെ ഏത് ജില്ലയിൽ? കച്ച് ജില്ലയിൽ. അപ്പോൾ ഗുജറാത്തിലെ കച്ച് ജില്ലയിൽപ്പെട്ട മധാപ്പർ എന്ന ഗ്രാമമാണ് ഏഷ്യയിലെ സമ്പന്ന ഗ്രാമം എന്ന പദവി കരസ്ഥമാക്കിയ ഇന്ത്യൻ ഗ്രാമം. രസകരമാണ്, ഇൻഫോർമേറ്റീവാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഫാക്ട് നമ്പർ 13ലേക്ക്. 2024
ഇൻവെസ്റ്റിഗേറ്റർ പുരസ്കാര ജേതാവായ മലയാളി ശാസ്ത്രജ്ഞൻ്റെ പേരെന്ത്? ക്ലിയർ ആണല്ലോ ചോദ്യം. 2024 ഇൻവെസ്റ്റിഗേറ്റർ പുരസ്കാര ജേതാവായ മലയാളി ശാസ്ത്രജ്ഞൻ്റെ പേരെന്ത്? ഡോക്ടർ സജികുമാർ ശ്രീധരൻ എന്നാണ് ആ മലയാളി ശാസ്ത്രജ്ഞൻ്റെ പേര്. ഡോക്ടർ സജികുമാർ ശ്രീധരനാണ് 2024 ഇൻവെസ്റ്റിഗേറ്റർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. എന്തിനാണ്, ഏത് മേഖലയിലെ പ്രവർത്തനത്തിനാണ് അദ്ദേഹത്തിന് ആ പുരസ്കാരം ലഭിച്ചത്? അത് വളരെ രസകരമായ അല്ലെങ്കിൽ നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു ഫീൽഡാണ് അദ്ദേഹത്തിൻ്റെത്. നമ്മുടെ ഓർമ്മകൾ നമ്മുടെ തലച്ചോറിൽ എങ്ങനെ സംഭരിക്കപ്പെടുന്നു, മനസ്സിലായല്ലോ? നമ്മുടെ ഓർമ്മകൾ, മെമ്മറി നമ്മുടെ ബ്രെയിനിൽ എങ്ങനെ ഫീഡ് ചെയ്യപ്പെടുന്നു, ഇത് സംബന്ധിച്ച വിശദമായ പഠനത്തിനാണ് ഡോക്ടർ സജികുമാർ ശ്രീധരന് 2024 ഇൻവെസ്റ്റിഗേറ്റർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. വളരെ രസകരമാണ്, ഇതും ഇൻഫോർമേറ്റീവാണ്. ഇനി ഫാക്ട് നമ്പർ 14 അതും ഒരു സയൻസ് ഇൻഫർമേഷനാണ്, ഫാക്റ്റാണ്. നമ്മുടെ ഭൂമിയുടെ ഉപഗ്രഹമായ ശുക്രൻ, അതിനെ സംബന്ധിച്ചാണ്. ശുക്രനെക്കുറിച്ചുള്ള പഠനത്തിനായി ആരംഭിച്ച ISROയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പുതിയ ദൗത്യത്തിൻ്റെ പേരെന്താണ്? ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. ശുക്രനെക്കുറിച്ച്, ഭൂമിയുടെ ഗ്രഹമായ ശുക്രനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയതായി ഇന്ത്യ ആരംഭിച്ചിട്ടുള്ള ദൗത്യത്തിൻ്റെ പേരെന്താണ്? അതിൻ്റെ പേരുമായി സാമ്യമുള്ള ഒരു പേര് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, വീനസ് ഓർബിറ്റർ മിഷൻ. മനസ്സിലാക്കി വയ്ക്കുക. ഭൂമിയുടെ ഗ്രഹമായ ശുക്രനെ സംബന്ധിച്ച വിശദമായ പഠനത്തിനു വേണ്ടി പുതിയതായി ഇന്ത്യ തുടങ്ങിയിട്ടുള്ള മിഷൻ്റെ പേരാണ് വീനസ് ഓർബിറ്റർ മിഷൻ. ക്ലിയർ. ഇനി ഫാക്ട് നമ്പർ 15 അത് നമ്മുടെ ഒരു പൊതുമേഖലാ സ്ഥാപനമായ BSNLൻ്റെ പുത്തൻ ഉണർവിൻ്റെ സംബന്ധിച്ചുള്ള ഒരു കറണ്ട് അഫേഴ്സാണ്, ഒരു ഫാക്റ്റാണ്. നമുക്കറിയാം, മറ്റ് കമ്പനികളുടെ കടന്നുകയറ്റം കാരണം BSNL കുറച്ച് കാലമായിട്ട് സ്ട്രഗിളിംഗ് ആയിരുന്നു. അതിൽ നിന്നും ഒരു ഉത്തേജനം, ഉയർത്തെഴുന്നേൽപ്പ് അടുത്ത കാലത്തായിട്ട് BSNL ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ പുതിയ പദ്ധതി ലോഞ്ച് ചെയ്തിരിക്കുന്നു. ആ പദ്ധതിയെ സംബന്ധിച്ച് രസകരമായ അതിൻ്റെ പേരിനെ സംബന്ധിച്ചുമാണ് ഇനിയുള്ള ഫാക്ട് നമ്പർ 15. അതെന്താണെന്ന് നോക്കാം. നമുക്ക് വീട്ടിൽ വൈഫൈ ഉണ്ടെന്നിരിക്കട്ടെ. ആ വൈഫൈവിൻ്റെ കണക്ഷൻ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് രാജ്യത്ത് എവിടെ പോയാലും നമുക്ക് ഇൻ്റർനെറ്റ് സപ്ലൈ ചെയ്യുന്ന ഒരു പ്രത്യേക സംവിധാനം നമ്മുടെ BSNL നമുക്ക് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നു. ആ പദ്ധതിയുടെ പേരും രസകരമാണ്, സർവത്ര. മനസ്സിലാക്കുക, അതിൻ്റെ ഫുള്ളായിട്ട് പറഞ്ഞാൽ സർവത്ര ഇൻ്റർനെറ്റ് എന്നുള്ളതായിരിക്കാം. എന്തായാലും അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് സർവത്ര എന്നാണ്. ഞാൻ ആ ചോദ്യവും ഉത്തരവും ഒന്നുകൂടി പറയുന്നു. നമ്മുടെ വീട്ടിലെ വൈഫൈ സംവിധാനം അല്ലെങ്കിൽ കണക്ഷൻ ഉപയോഗിച്ച് രാജ്യത്തെവിടെ പോയാലും എവിടെ ചെന്നാലും അവിടെ നമുക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു പുതിയ സംവിധാനം BSNL ലോഞ്ച് ചെയ്തിരിക്കുന്നു. ആ പ്രോഗ്രാമിൻ്റെ പേരാണ് സർവത്ര. ക്ലിയർ അല്ലേ? അത് ഇൻഫർമേറ്റീവ് അല്ലേ? അത് ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഇനി ഫാക്ട് നമ്പർ 16 അതും ഒരു മലയാളി ശാസ്ത്രജ്ഞൻ്റെ മികവിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. മികച്ച സയൻറ്റിസ്റ്റിൻ്റെ ലോക പട്ടികയിൽ, മികച്ച ശാസ്ത്രജ്ഞന്മാരുടെ ലോക പട്ടികയിൽ ഇടം നേടിയ മലയാളി ശാസ്ത്രജ്ഞൻ കഴിഞ്ഞ ആഴ്ച സംഭവിച്ച ഒരു സന്തോഷകരമായ കാര്യമാണ്. മികച്ച സയൻറ്റിസ്റ്റുകളുടെ ലോക ലിസ്റ്റിൽ, ലോക പട്ടികയിൽ ഇടം നേടിയ മലയാളി ശാസ്ത്രജ്ഞൻ്റെ പേരെന്ത്? ഡോക്ടർ NS മാഗേഷ് എന്നാണ് ശാസ്ത്രജ്ഞൻ്റെ പേര്. ശ്രദ്ധിക്കുക, സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. ഡോക്ടർ NS മാഗേഷ്. അദ്ദേഹമാണ് മികച്ച ശാസ്ത്രജ്ഞന്മാരുടെ ലോക പട്ടികയിൽ ഇടം നേടിയ മലയാളി ശാസ്ത്രജ്ഞൻ. ഇനി ഫാക്ട് നമ്പർ 17 അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഒരു അയൽ രാജ്യത്ത് നടന്ന ഒരു പ്രസിഡൻഷ്യൽ ഇലക്ഷനെ സംബന്ധിച്ചാണ്. വേറൊന്നുമല്ല, ശ്രീലങ്കയിൽ കഴിഞ്ഞ ആഴ്ച നടന്ന 9ാമത് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ, പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന 9ാമത് തെരഞ്ഞെടുപ്പിൽ ലെഫ്റ്റ് കാറ്റഗറിയിൽ നിന്നും, മാർക്സിസ്റ്റ് കാറ്റഗറിയിൽ നിന്നും വന്നിട്ടുള്ള ഒരു പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആര്? ചോദ്യം വേറെ ചോദിക്കാം. ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റിൻ്റെ പേരെന്ത്? സിമ്പിൾ, അത്രയും മാത്രം നോക്കിയാൽ മതി. 9th പ്രസിഡന്റാണ് അദ്ദേഹം. അനുര കുമാര ദിസനായകെ എന്നാണ് 55കാരനായ പുതിയ ശ്രീലങ്കൻ പ്രസിഡന്റിൻ്റെ പേര്. അനുര കുമാര ദിസനായകെ. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. അനുര കുമാര ദിസനായകയാണ് പുതിയ ലെഫ്റ്റ് പ്രസിഡന്റായി ശ്രീലങ്കയിൽ അവരോധിതനായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് ഏകദേശം 42.3% വോട്ടോടുകൂടി അദ്ദേഹത്തിൻ്റെ പാർട്ടി NPP എന്നാണ് ആ സഖ്യത്തിന് പറയുന്നത്, നാഷണൽ പീപ്പിൾസ് പവർ.
എന്നാണ് ആ തിരഞ്ഞെടുക്കപ്പെട്ട അനുരകുമാര ദിസനായികയുടെ ഫ്രണ്ടിൻ്റെ പേര്. ഒന്നുകൂടി ഓർക്കുക, NPP. NPP സ്റ്റാൻഡ്സ് ഫോർ നാഷണൽ പീപ്പിൾസ് പവർ എന്നാണ് ആ സഖ്യത്തിൻ്റെ പേര്. ജനതാ വിമുക്തി പെരുമന നാഷണൽ പീപ്പിൾസ് പവർ NPP 42.31% വോട്ടോടുകൂടിയാണ് അദ്ദേഹം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇനി രണ്ടാം സ്ഥാനം നേടിയ SJB, അതും ഓർത്തു വയ്ക്കുക, SJB4 സമാഹി ജന ബലവേഗയ എന്ന് പറയുന്ന ഒരു മുന്നണിയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള സ്ഥാനാർത്ഥി സജിത് പ്രേമദാസയ്ക്ക് 32.8% വോട്ടുകളോടുകൂടി രണ്ടാം സ്ഥാനമാണ് ലഭിച്ചിട്ടുള്ളത്. നിലവിലുള്ള പ്രസിഡന്റ് ആരാ? റെനിൽ വിക്രമസിംഗെ ആണെന്ന് നമുക്കറിയാം. നിലവിലുള്ള ശ്രീലങ്കൻ പ്രസിഡന്റ്. അദ്ദേഹം 17.27% വോട്ടോടുകൂടി മൂന്നാം സ്ഥാനത്തേക്കും അവരോധിക്കപ്പെട്ടു. അപ്പോൾ 3 സ്ഥാനങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും പ്രധാനം, ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റിൻ്റെ പേര് അനുരകുമാര ദിസനായകെ. ലെഫ്റ്റ് കാറ്റഗറിയിൽ നിന്നും വന്നിട്ടുള്ള ഒരു പ്രസിഡന്റാണ്. ക്ലിയർ ആയല്ലോ? ഇനി ഒരു സ്പോർട്സ് ഐറ്റം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, ഇൻഫോർമേറ്റീവ് ആണ്. ഫാക്ട് നമ്പർ 18 ചെസ് സംബന്ധിച്ചാണ്. നമുക്കറിയാം, ലോക ചെസ് ഒളിമ്പിയാഡ് ഇപ്പോൾ ബുഡാപെസ്റ്റിൽ വെച്ച് നടന്നത് നമ്മളേവരും പത്രത്തിലൊക്കെ വായിച്ചതാണ്. ചെസ് ഒളിമ്പിയാഡ് നടന്നത് ബുഡാപെസ്റ്റിൽ. ആദ്യത്തെ കറണ്ട് അഫയേഴ്സ് അവിടെ കിടക്കുന്നു. ഇനി അതിൻ്റെ വിന്നേഴ്സിനെ സംബന്ധിച്ച്, ജേതാക്കളെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷനാണ് ആദ്യം നോക്കേണ്ടത്. ഓപ്പൺ വിഭാഗത്തിൽ ജേതാക്കളായ ഇന്ത്യൻ ടീമാർ രണ്ടായിട്ട് നമ്മൾ തിരിക്കുന്നു, പുരുഷ വിഭാഗവും വനിതാ വിഭാഗവും. അപ്പോൾ അതിലെ പുരുഷ വിഭാഗം വിന്നേഴ്സിൻ്റെ പേര് ഞാൻ പറയുന്നു. ഓപ്പൺ വിഭാഗത്തിൽ ജേതാക്കളായ ഇന്ത്യൻ ടീമിൻ്റെ പേര് 5 പേരാണ്. അത് അർജുൻ എരിഗാസി, ശ്രദ്ധിക്കുക നിങ്ങൾ, അർജുൻ എരിഗാസി. 2 വിദിത് ഗുജറാത്തി. 3 P ഹരികൃഷ്ണ. 4 D ഗുകേഷ്, നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗുകേഷ്. അതുപോലെ നേരത്തെ തന്നെ നമുക്കറിവുള്ള R പ്രഗ്നാനന്ദ. ഈ 5 പേരാണ് പുരുഷ ഓപ്പൺ വിഭാഗത്തിലെ ജേതാക്കൾ ആയിട്ടുള്ളത്. ആ പേരുകൾ ഒന്നുകൂടി ഞാൻ പറയുന്നു. അർജുൻ എരിഗാസി, നമ്പർ 2 വിദിത് ഗുജറാത്തി, നമ്പർ 3 P ഹരികൃഷ്ണ, നമ്പർ 4 D ഗുകേഷ് ആൻഡ് നമ്പർ 5 R പ്രഗ്നാനന്ദ. നിങ്ങൾക്ക് 5 പേരും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് 2 വട്ടം വായിക്കുക, ആ പേരുകൾ ഹൃദയസ്ഥമാക്കുക. ഇനി നമുക്ക് വനിതാ വിഭാഗം ജേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഓപ്പൺ വിഭാഗത്തിൽ വനിതാ വിഭാഗം ജേതാക്കളായിട്ടുള്ളത് ഇനി പറയുന്ന 5 പേരാണ്. 1 താനിയ സച്ദേവ്, കണ്ടല്ലോ, താനിയ സച്ദേവ്. 2 വന്ദിക അഗർവാൾ, 3 R വൈശാലി, 4 ദിവ്യ ദേശ്മുഖ് ആൻഡ് നമ്പർ 5 D ഹരിക. ഇങ്ങനെ 5 പേരാണ് വനിതാ വിഭാഗം ജേതാക്കളായിട്ടുള്ളത്. ഇനി ഓപ്പൺ വിഭാഗത്തിൽ വ്യക്തിഗത സ്വർണം നേടിയ 2 പേരുകൾ കൂടി കൂട്ടുകാർ ഓർത്തു വയ്ക്കുക. വ്യക്തിഗത സ്വർണം നേടിയിട്ടുള്ളത് നമ്മൾ നേരത്തെ സംസാരിച്ച D ഗുകേഷ് ആൻഡ് അർജുൻ എരിഗാസി. ഇവർക്കാണ് ഓപ്പൺ വിഭാഗത്തിൽ വ്യക്തിഗത സ്വർണം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അവാർഡുകൾ സംബന്ധിച്ച് ഏകദേശ ധാരണ മനസ്സിൽ വയ്ക്കുക. അതാണ് ബുഡാപെസ്റ്റിൽ നടന്ന ചെസ് ഒളിമ്പിയാഡിൻ്റെ ഒരു പിക്ചർ. ഇനി ഫാക്ട് നമ്പർ 19, അതും ഒരു സ്പോർട്സ് വാർത്തയായിക്കോട്ടെ. നമുക്ക് ദേശീയ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ് വനിതകളുടെ വാട്ടർ പോളോയിൽ ഈ വർഷത്തെ ജേതാക്കളായി വന്ന സംസ്ഥാനം ഏത്? ചോദ്യം ക്ലിയർ അല്ലേ? ദേശീയ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം വാട്ടർ പോളോയിൽ ഈ വർഷത്തെ 2024 ജേതാക്കളാര്? കേരള. സിമ്പിൾ. അപ്പോൾ ദേശീയ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ് ഈ വർഷത്തെ ജേതാക്കൾ കേരള. സിമ്പിൾ. അടുത്ത ഫാക്ട് നമ്പർ 20, അതും ഒരു സ്പോർട്സ് ഈവൻറ്റ് തന്നെ ആയിക്കോട്ടെ. നമുക്ക് ഫോർമുല 1 മാച്ച് അറിയാം. സിംഗപ്പൂരിൽ നടന്ന ഫോർമുല 1 ഗ്രാൻഡ് പ്രീമിയറിൽ കിരീടം ജേതാവ് ആര്? അപ്പോൾ സിംഗപ്പൂരിൽ നടന്ന ഫോർമുല 1 ഗ്രാൻഡ് പ്രീമിയറിൽ ഗോൾഡ് മെഡൽ ജേതാവ് ആര്? അത് സിമ്പിളാണ്, ലാൻഡോ നോറിസ്. അപ്പോൾ ഫോർമുല 1 സിംഗപ്പൂർ ഗ്രാൻഡ് പ്രീമിയറിൽ കിരീടം നേടിയത് മെക്ലറാൻ്റെ ലാൻഡോ നോറിസ് ആണ്. ക്ലിയർ ആയല്ലോ? ലാൻഡോ നോറിസ്, മെക്ലറാൻ്റെ നോറിസ്. ഇനി ഫാക്ട് നമ്പർ 21, മറ്റൊരു ശാസ്ത്രലോകത്തെ മറ്റൊരു അവാർഡ് സംബന്ധിച്ചാണ്. ഫാക്ട് നമ്പർ 21 നമുക്ക് എന്താണെന്ന് നോക്കാം. ഈ വർഷത്തെ 2024 യൂറോപ്യൻ യൂണിയൻ മേരി ക്യൂറി ഫെലോഷിപ്പിന് അർഹത നേടിയ ശാസ്ത്രജ്ഞനാര്?
ചോദ്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. 2024 യൂറോപ്യൻ യൂണിയൻ മേരി ക്യൂറി ഫെലോഷിപ്പിന് അർഹനായത് ആര്? ക്ലിയർ ആയല്ലോ. മലയാളി ശാസ്ത്രജ്ഞയായ സമിത നായരാണ് ഈ യൂറോപ്യൻ യൂണിയൻ്റെ മേരി ക്യൂറി അവാർഡിന് ഫെലോഷിപ്പിന് അർഹത നേടിയിട്ടുള്ളത്. ഒന്നുകൂടി മനസ്സിലാക്കി വയ്ക്കുക, ഈ വർഷത്തെ യൂറോപ്യൻ യൂണിയൻ മേരി ക്യൂറി ഫെലോഷിപ്പിന് അർഹനായത് ആര്? ചോദ്യം. ഉത്തരം മലയാളി ശാസ്ത്രജ്ഞയായ സമിത നായർ. ക്ലിയർ അല്ലേ? ഇനി ഫാക്ട് നമ്പർ 22, 22ാമത്തെ ഫാക്ട് നമ്മുടെ ഒരു കുടുംബശ്രീയുടെ ഒരു രസകരമായ പ്രോജക്റ്റിൻ്റെ പേര് സംബന്ധിച്ചാണ്. അപ്പോൾ അത് ചോദ്യം ഇങ്ങനെയാണ്: സമഗ്ര സമീപനങ്ങളിലൂടെ നമ്മുടെ കേരളീയ കുടുംബങ്ങളുടെ സന്തോഷ സൂചിക വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരെന്താണ്? ക്ലിയർ അല്ലേ? അത് ഞാനൊന്നുകൂടെ പറയാം. സമഗ്ര സമീപനങ്ങളിലൂടെ കുടുംബങ്ങളുടെ സന്തോഷ സൂചിക വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരെന്താണ്? ഹാപ്പിനെസ് കേരളം. ഹാപ്പിനെസ് കേരളം എന്നാണ് കുടുംബശ്രീയുടെ സന്തോഷ സൂചിക വർധനവിന് വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന പദ്ധതിയുടെ പേര് ഹാപ്പിനെസ് കേരളം. സുഹൃത്തുക്കളെ, ഇനി ഫാക്ട് നമ്പർ 23 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ് അവതരിപ്പിക്കുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട് കോഡ്, QUAD, കോഡ്. എന്താണ് കോഡ്? ക്വാഡ്രിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ്. 4 രാജ്യങ്ങൾ അവരുടെ സെക്യൂരിറ്റി, സുരക്ഷ സംബന്ധമായ ഉൾപ്പെടെയുള്ള സമഗ്രമായ കാര്യങ്ങളിൽ ഒരു അലയൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഉച്ചകോടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഉച്ചകോടിയെ സംബന്ധിച്ചുള്ള ആ ഒരു പേരാണ് കോഡ് എന്ന് പറയുന്നത്. 4 രാജ്യങ്ങളായതുകൊണ്ടാണ് അതിനെ ക്വാഡ്രിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് എന്ന് പേര് ഇട്ടിരിക്കുന്നത്. രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ആ കോഡിൽ വരുന്ന രാജ്യങ്ങൾ 4ആണ്. 1 ഓസ്ട്രേലിയ, 2 നമ്മുടെ ഇന്ത്യ, 3 ഇത് തുടങ്ങിയ ജപ്പാൻ, പിന്നെ ഇപ്പോൾ നടന്ന US. ഈ 4 രാജ്യങ്ങളാണ് കോഡിൻ്റെ മെമ്പേഴ്സായിട്ട് വരുന്നത്. ഒന്നുകൂടി അത് മനസ്സിലാക്കി വയ്ക്കൂ. ഓസ്ട്രേലിയ, ഇന്ത്യ, ജപ്പാൻ ആൻഡ് US. അങ്ങനെ 4 രാജ്യങ്ങളാണ് മെമ്പേഴ്സ് ഓഫ് കോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ വിൽമിംഗ്ടണിൽ വച്ചാണ് കോഡ് ഉച്ചകോടി നടന്നതും നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ അവിടെ എത്തിച്ചേർന്നിട്ടുള്ളതും. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി, അതുപോലെ തന്നെ ജപ്പാൻ പ്രൈം മിനിസ്റ്റർ ഫൂമിയോ കിഷിദ, അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ ആന്റണി ആൽബനീസ് നമുക്കറിയാം, അതുപോലെ US പ്രസിഡന്റ് ജോ ബൈഡൻ. ഈ 4 പേരും ആണ് ഈ മീറ്റിങ്ങിൽ അല്ലെങ്കിൽ ഈ ഉച്ചകോടിയിൽ പങ്കെടുത്തിട്ടുള്ളത്. ഈ രാജ്യങ്ങളുടെ നേതാക്കളെ സംബന്ധിച്ചും കൂടി മനസ്സിലാക്കി വയ്ക്കുക. ഇതൊക്കെ വീണ് കിട്ടുന്ന അവസരങ്ങളാണ്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി, US പ്രസിഡന്റ് ജോ ബൈഡൻ, ജാപ്പനീസ് പ്രൈം മിനിസ്റ്റർ ഫൂമിയോ കിഷിദ, അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ ആന്റണി ആൽബനീസ്. ഈ 4 പേരാണ് ഈ കോഡ് ഉച്ചകോടിയിൽ ഇപ്പോൾ പങ്കെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നടന്നത് ഞാൻ പറഞ്ഞു US വിൽമിംഗ്ടൺ. അതുപോലെ തന്നെ അടുത്ത വർഷം നടക്കുന്നത് വേറെ ഒരിടവുമല്ല, ഇന്ത്യയിൽ വച്ച്. അതും തീരുമാനമായിട്ടുണ്ട്. ഇതാണ് കോഡ് ഉച്ചകോടിയെ സംബന്ധിച്ച ഒരു സമഗ്രമായ ഒരു ഷോർട്ട് ഇൻഫർമേഷൻ. മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഫാക്ട് നമ്പർ 24 വെരി ഇമ്പോർട്ടൻ്റ്. നമ്മുടെ കേരള ഹൈക്കോടതിക്ക് പുതിയ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്നു. ചീഫ് ജസ്റ്റിസ് പുതിയതായി നിയമിതനായ ഹൈക്കോടതി, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ പേരെന്ത്? ചോദ്യം. പുതിയ ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട് ആര്? ജസ്റ്റിസ് നിതിൻ മധുകർ ജംധാർ. പേര് ശ്രദ്ധിക്കുക, ജസ്റ്റിസ് നിതിൻ മധുകർ ജംധാർ. അദ്ദേഹം ബോംബെ ഹൈക്കോടതിയിലെ സീനിയർ ജഡ്ജായിരുന്നു. അവിടെ നിന്നാണ് നമ്മുടെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായി വന്ന് ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ പുതിയ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ചോദ്യം. ഉത്തരമെന്താ? ജസ്റ്റിസ് നിതിൻ മധുകർ ജംധാർ. ഇനി ഫാക്ട് നമ്പർ 25. അത് വളരെ ഇൻഫർമേറ്റീവ്, രസകരമാണ്. നമ്മുടെ പ്രശസ്തയായ ഒരു ഗുസ്തി താരമുണ്ട്, സാക്ഷി മാലിക്. അത് അറിയാത്ത ആരും തന്നെ ഉണ്ടാകില്ല. സാക്ഷി മാലിക് അവർ ഒരു ആത്മകഥ ഇപ്പോൾ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സാക്ഷി മാലിക്കിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ആ പേരിൽ തന്നെ പറയാൻ പറ്റും, സാക്ഷി, വിറ്റ്നസ്. അപ്പോൾ അവരുടെ ആത്മകഥാ പുസ്തകത്തിൻ്റെ പേര് വിറ്റ്നസ് എന്ന് തന്നെയാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ക്ലൂ കിട്ടുന്നുണ്ട്. അപ്പോൾ സാക്ഷി മാലിക്, ഇപ്പോൾ പ്രമുഖ ഗുസ്തി താരമായിട്ടുള്ള സാക്ഷി മാലിക് പ്രസിദ്ധീകരിച്ച അവരുടെ ആത്മകഥയുടെ പേരെന്ത്? ചോദ്യം. ഉത്തരമെന്താ? വിറ്റ്നസ്. ഇനി ഫാക്ട് നമ്പർ 26.
ഒരു സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ലോക അൽഷിമേഴ്സ് ദിനമായി ആചരിക്കുന്നത് എന്ന്. ലോക അൽഷിമേഴ്സ് ദിനമായി ആചരിക്കുന്നത് എന്ന്. സെപ്റ്റംബർ 21. മനസ്സിലാക്കുക, ലോക അൽഷിമേഴ്സ് ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 21. ഫാക്ട് നമ്പർ 27. രാജ്യത്തെ ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ തുടർച്ചയായ 2ാം തവണ 1ാം സ്ഥാനം നേടുന്ന സംസ്ഥാനം ഏത്? കേരള. നമ്മുടെ സംസ്ഥാനം ആയ കേരളയാണ് ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ 1ാം സ്ഥാനം ഇപ്പോൾ നേടിയിട്ടുള്ളത്. കേരളം തുടർച്ചയായി 2ാം തവണയാണ് ഈ സൂചികയിൽ 1ാം സ്ഥാനത്തേക്ക് എത്തുന്നത്. അപ്പോൾ ചോദ്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു, മനസ്സിലാക്കി വയ്ക്കുക. രാജ്യത്തെ ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏത്? കേരളം. തുടർച്ചയായ 2ാം തവണയാണ് കേരളം ഈ സ്ഥാനത്തിന് അർഹത നേടുന്നത്. ഫാക്ട് നമ്പർ 28. കോവിഡിൻ്റെ ഒരു പുതിയ വകഭേദത്തെ ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ ലോകത്തിൻ്റെ പല ഭാഗത്തും കണ്ടെത്തിയിട്ടുണ്ട്. ആ വകഭേദത്തിൻ്റെ പേരെന്താണ്? പുതുതായി യൂറോപ്പിലും US-ലുമാണ് ഈ വകഭേദം കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൻ്റെ പേര് എന്താ? അപ്പോൾ ചോദ്യം ഒന്നുകൂടി പറയുന്നു, യൂറോപ്പിലും US-ലും പുതിയതായി കണ്ടെത്തപ്പെട്ട കോവിഡിൻ്റെ പുതിയ വകഭേദം ഏത്? XEC എന്നാണ് ഈ പുതിയ വകഭേദത്തിൻ്റെ പേര്. നിങ്ങൾക്ക് കാണാം XEC, അതാണ് വകഭേദത്തിൻ്റെ പേര്. ഇനി ഫാക്ട് നമ്പർ 29 ഒരു സ്പോർട്സ് വാർത്തയാണ്, ഒരു റെക്കോർഡിൻ്റെ വാർത്തയാണ്. നമ്മുടെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ 400 ഇൻ്റർനാഷണൽ വിക്കറ്റ് തികയ്ക്കുന്ന 10ാമത്തെ ഇന്ത്യൻ ക്രിക്കറ്റർ ആര്? അപ്പോൾ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ 400 ഇൻ്റർനാഷണൽ വിക്കറ്റ് തികയ്ക്കുന്ന 10ാമത്തെ ഇന്ത്യൻ ക്രിക്കറ്റർ അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സൺ ആര്? ഇതാണ് ചോദ്യം. ജാസ്പ്രീത് ബുംറ. നമ്മുടെ ജാസ്പ്രീത് ബുംറയാണ് 10ാമത്തെ ഇന്ത്യൻ. എങ്ങനെ? 400 ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ തികയ്ക്കുന്ന 10ാമത്തെ ഇന്ത്യൻ ക്രിക്കറ്ററായി ജാസ്പ്രീത് ബുംറ അർഹനായിരിക്കുന്നു. ജാസ്പ്രീത് ബുംറ. ഇനി ഫാക്ട് നമ്പർ 30 നമ്മുടെ അരുന്ധതി റോയിയെക്കുറിച്ചാണ്. അരുന്ധതി റോയിയുടെ പുതുതായി പുറത്തിറങ്ങാൻ പോകുന്ന ഒരു ഓർമ്മ കുറിപ്പിൻ്റെ സമാഹാരമാണ്. അതിൻ്റെ പേരെന്താണ്? പുതുതായി വരുന്ന സമാഹാരത്തിൻ്റെ പേരെന്താണ്? മദർ മേരി കംസ് ടു മീ എന്നാണ് ആ സമാഹാരത്തിൻ്റെ പേര്. അപ്പോൾ അരുന്ധതി റോയിയുടെ പുതിയ ഓർമ്മക്കുറിപ്പ് സമാഹാരത്തിൻ്റെ പേരെന്താണ്? മദർ മേരി കംസ് ടു മീ. ഓക്കെ, മദർ മേരി കംസ് ടു മീ, അതാണ് അരുന്ധതി റോയിയുടെ പുതിയ രചനയുടെ പേര്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക, പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ കറണ്ട് അഫേഴ്സിൻ്റെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. കറണ്ട് അഫേഴ്സിൻ്റെ കൂടുതൽ മേഖലകളുമായിട്ട് അടുത്ത തിങ്കളാഴ്ച 8 മണിക്ക് തന്നെ ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതുവരെ സൈനിങ് ഔട്ട്, നിങ്ങളുടെ അജിത് കുമാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.